സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആള് വട്ടനാണെങ്കിലും ശരി, ഇന്ത്യക്ക് 30 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. 30 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നു, ഇറാനിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും എണ്ണ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്, അതായത് ക്രൂഡ് ഓയിൽ എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. എന്താ ഇന്ത്യയെ പണയം വെച്ച ഈ പമ്പര വിഡ്ഢിയായ നമ്മുടെ ഈ ദുഷ്ടൻ, നമ്മുടെ പ്രധാനമന്ത്രി, അമേരിക്കൻ പ്രസിഡന്റ് ഇളവ് ഇന്ത്യക്ക് കൊടുക്കുന്നു. നിങ്ങൾ വാങ്ങിച്ചു 1 മാസത്തേക്ക് 30 ദിവസത്തേക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പെർമിഷൻ തരുകയാണ്. നിങ്ങൾ എവിടെ നിന്നെങ്കിലും എണ്ണ വാങ്ങിച്ചോളണം. കാര്യം എണ്ണ തീരാറായി, ക്രൂഡ് ഓയിൽ തീരാറായി, വളരെയധികം ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതായത് ആരൊക്കെ ഇരുന്ന കസേരയാണ് പ്രധാനമന്ത്രിയുടെ? ലോകത്തിലെ മഹത്തായ ഒരു ജനാധിപത്യ രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തായ ജനാധിപത്യ രാഷ്ട്രം, മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യ. അത് ഇപ്പോഴും അല്ല, കാരണം ഇപ്പോൾ സംഘപരിവാറുകാരും RSSകാരുമായിട്ടുള്ള തെമ്മാടിക്കൂട്ടങ്ങളാണ് ഭരിക്കുന്നത്. അതായത് ലോക തെമ്മാടികൾ, ലോക വർഗീയവാദികൾ, അതായത് ഭീകരന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരിൽ ഒരു സംഘമാണ് RSSകാർ എന്ന് പറയുന്നത്. ആവശ്യം പോലെ എത്രയല്ല, ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. അത് കണക്ക് പറഞ്ഞ് തന്നെ അവർ ക്രിസ്ത്യാനികളെയും മുസ്ലിമിനെയും ദളിതനെയൊക്കെ ആവശ്യം പോലെ കൊന്നിട്ടുണ്ട്. ബ്രാഹ്മണന്മാരെ അല്ലാത്തവരെ എല്ലാം കൊന്നിട്ടുണ്ട്. അത് വിദേശികളെയും കൊന്നിട്ടുണ്ട്. ആ വർഗത്തിൽപ്പെട്ടവരാണ് കൊണ്ടുതന്ന് ഇന്ത്യയെ പണയം വെച്ചിരിക്കുന്ന ആർക്ക്? അമേരിക്കയ്ക്ക്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾക്ക് 30 ദിവസത്തെ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചോളണം 30 ദിവസത്തിനകം വെച്ച്. അപ്പോൾ ഇന്ത്യയെ ഒറ്റ കൊടുത്തിരിക്കുകയാണ്. സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുമെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അതുപോലെയാണ് മോഡി മിണ്ടുന്നില്ലല്ലോ. ഇയാളെ വായിൽ എന്ത് പഴം തൊലിച്ച് വെച്ചിരിക്കുകയാണ്. ഇയാളെന്ത് മിണ്ടാത്തത്? ഇയാളെന്ത് പ്രൈം മിനിസ്റ്റർ? ഈ RSSകാരന്മാരും സംഘപരിവാറുകാരും ഇവിടെ കിടന്ന് ഘോരം കുരയ്ക്കുമല്ല ഇന്ത്യയിൽ കിടന്നിട്ട്. നമ്മൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, നമ്മുടെ സംസ്കാരമാണ്, ഭാരതീയ സംസ്കാരമാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ. എന്താണ് മിണ്ടാത്തത്? ഈ തെണ്ടിപ്പട്ടിയായ ഈ ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനൊന്നും കേട്ടില്ലേ? ഇവനൊക്കെ ഈ നാട്ടിൽ കിടന്ന് കുരയ്ക്കാനല്ലാതെ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ദളിതന്മാരെയും മണ്ടയിൽ കയറാനല്ലാതെ ഈ ട്രംപിന്റെ മുകളിൽ കയറാൻ യവന്മാരെ കൊണ്ട് നോക്കൂലേ? യവന്മാരെന്താണ് ആഹാരം കഴിക്കുന്നത്? ആഹാരം മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിച്ചാലല്ലേ ഒക്കുള്ളൂ. യവനൊക്കെ ചാണകവും തിന്നും മൂത്രവും കുടിച്ച് യാതൊരു ബോധവുമില്ല, കള്ളും കുടിച്ച് എവിടെയെങ്കിലും കിടക്കായിരിക്കും. പ്രതികരിക്കണ്ടേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു 30 ദിവസത്തേക്ക് ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ എവിടെന്നെങ്കിലും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുക, അതായത് ഇറാനിൽ നിന്ന് വേണമെങ്കിലും വാങ്ങിച്ചോളേ. അപ്പോൾ എന്ത് തെമ്മാടിത്തരമാണ്? എന്നിട്ട് എവനൊന്നും മിണ്ടാത്തത്? എവനൊക്കെ ആണും പെണ്ണും കെട്ടവനാ, ഷണ്ണന്മാരാ. ഈ പ്രധാനമന്ത്രി, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളങ്ങോട്ട് സ്പെയിനിലോട്ട് നോക്കണം. വളരെ ചെറിയൊരു യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. എന്തെന്നാണ് പറഞ്ഞത്? ട്രംപിൻ്റെ അടുത്ത് നല്ല ഭാഷയിലാണ് പറഞ്ഞത്. ഇവിടെ ഞങ്ങളുടെ ബേസിൽ നിന്ന് നിങ്ങളുടെ ഒരൊറ്റ പ്ലെയിന് അല്ലെങ്കിൽ വേറൊരു ഷിപ്പാ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഇറാനെ ആക്രമിക്കാൻ വിടില്ല, അതിൽ കുറഞ്ഞുള്ള സ്വന്തം മതി എന്നാണ് പറഞ്ഞത്. അത് കേട്ടില്ല ഇയാളൊന്നും. ഇവനൊക്കെ എന്താണ് ഉറക്കം നടിക്കുകയാണോ ഉറങ്ങുകയാണോ? ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിന് മറുപടി അപ്പം പറയണ്ടേ? അതായത് മനുഷ്യനെന്ന് പറഞ്ഞതാ ഒരാളിനെ തന്തേന്ന് വിളിക്കാവൂ, അച്ഛ എന്നാ അപ്പ എന്നാ ആരെങ്കിലും വിളിക്കുന്ന ഒരാളിനെ വിളിക്കുക. ഈ പലരെയും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ പല സ്വഭാവം കാണിക്കും. പല തന്തക്കുണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പഴയ വയസ്സന്മാർ. അപ്പോൾ അതിൻ്റെ കുഴപ്പമാണ്. ഇവനൊക്കെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണ്, അതേ തന്ത ഉള്ളവന്മാരാണ് ഇല്ലാത്തവന്മാരാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുണ്ട് മിണ്ടുന്നില്ല? വേറെ ആരെങ്കിലും പ്രതിപക്ഷം മിണ്ടിയാൽ മതിയാ ഇവിടെ? ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഈ പമ്പര വിട്ടി പറയണ്ടേ? ഡൊണാൾഡ് ട്രംപിന് എന്താ അധികാരം? ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വാങ്ങിക്കുമെന്ന് പറയാനുള്ള ഈ ആംബിയർ ഇല്ലാതായിപ്പോയെന്ന് ഇയാൾക്ക്. ഇവനെയൊക്കെ പിടിച്ച് പ്രൈം മിനിസ്റ്റർ ആക്കുന്ന ഈ വടക്കേ ഇന്ത്യൻ ഗോസാവിമാരും വിവരമില്ലാത്ത കുറെ ആൾക്കാരും കൂടെ അല്ലേ ഇങ്ങനെ വോട്ട് ചെയ്ത് ഇയാളെയൊക്കെ അധികാരത്തിൽ കയറ്റുന്നത്? കേരളത്തിലുള്ള ജനങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കണം. ഇവനൊന്നും ഒരു വോട്ട് കൊടുക്കാൻ പാടില്ല. ഇന്ത്യയെ കൊണ്ടൊന്ന് പണയം വെച്ചിരിക്കുകയാണ് ഇവനെല്ലാം.
എന്താ തെമ്മാടിത്തരമാണ് പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ നാണക്കെടുത്തല്ലേ? നമ്മൾ നാണക്കേടും മാനക്കേടും കൊണ്ട് തലകുനിക്കുകയല്ലേ? ഇവിടെ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. പുറം രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ ആവശ്യം പോലെ ഉണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാരായ ജനങ്ങൾ പല ദേശത്തും, യൂറോപ്പിലായിരുന്നാലും അമേരിക്കയിലായിരുന്നും ഗൾഫ് രാഷ്ട്രങ്ങളിലായിരുന്നാലും പോയി ജീവിക്കുന്നുണ്ട്. ആസ്ട്രേലിയയിലായാലും കാനഡയിലായാലും പോയി പിന്നെ അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഓരോരുത്തരും നമ്മളിത് ചോദിക്കുന്നില്ലേ? എന്തുകൊണ്ട് മിണ്ടുന്നില്ല? നിങ്ങളുടെ പ്രധാനമന്ത്രിയാ, നിങ്ങൾ എന്തിന് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരുത്തനെ ആക്കിയെന്ന് ചോദിക്കുകയില്ലേ നമ്മളുടെ അടുത്ത്? ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കുക അമേരിക്കയാണ്. ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അടിമപ്പണി ചെയ്ത ഒരു ചരിത്രമുണ്ടോ നമ്മൾ ഇന്ത്യക്കാർ? ബ്രിട്ടീഷുകാരുടെ പടപൊരുതി നമ്മൾ നേടിയതാണ് സ്വാതന്ത്ര്യം. അവനെയൊക്കെ നമ്മൾ സത്യാഗ്രഹത്തിലൂടെ ആയിരുന്നാലും അല്ലാതെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വം കൊടുത്ത് INA വരെ എതിർക്കേണ്ട സ്ഥലത്ത് എതിർത്തും പെരുമാറി കാണിച്ചും അവനൊക്കെ വെടിവെച്ച് തളർന്ന് 14 ലക്ഷം ഇന്ത്യക്കാർ വെടിവെച്ച് വന്നിട്ട് അത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊണ്ടുവന്ന് ഒറ്റുകൊടുക്കുക എന്ന് പറയുന്ന, ട്രംപിന് നമ്മൾ ഒറ്റുകൊടുക്കുക എന്ന് പറയുന്ന, അതുപോലെ ഈ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായ നെതന്യാഹുവിന് നമ്മളെ ഒറ്റുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണിത്? ഇന്ത്യക്കാർ എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ട് എനിക്ക്. അത് ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഓരോ ഇന്ത്യക്കാരനും അതുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട്, ഇയാളെന്ത് പ്രൈം മിനിസ്റ്റർ, എന്ത് ഈ RSSകാരൊക്കെ ഉറങ്ങിപ്പോയാ? ഇവനൊക്കെ എന്താണ് മിണ്ടാൻ വയ്യാത്തത്? ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, ഒരു പിന്നെ വിദേശകാര്യമന്ത്രിയുണ്ട്. വിദേശകാര്യമന്ത്രിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് പറയുന്നത്? ഡോവലാണ്, മറ്റതാണ്, മറിച്ചതാണ്, ജയ്ശങ്കറാണ്, അവിടെ പോയി തീർത്ത്, ഇവിടെ പോയി തീർത്ത്. ഒരു വാക്ക് പറയാനുള്ള കഴിവില്ലാത്തവന്മാർ എവിടെ പോയി എന്ത് തീർത്തിട്ട് കാര്യം? ലോകത്തിന്റെ മുമ്പില് നമ്മളിപ്പോ ആരായി? ആണും പെണ്ണും കെട്ട ഷണ്ണന്മാരായി. നപുംസകങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് പറയുന്നവര്, ആളുകൾ പറയുന്നത്. നിങ്ങളെന്താ ആണുങ്ങൾ അവിടെ ഇല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഇത്ര വൃത്തികെട്ട ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ RSSകാർ വലിയ വലിയ വായിൽ സംസാരിക്കുമല്ല. എന്തുകൊണ്ട് ഈ സായിപ്പിന്റെ ഇതിന് തിരിച്ചൊരു മറുപടി പറയാൻ കഴിയാത്തത് നിങ്ങളെ കൊണ്ട്? ഇവിടെ കിടന്ന് കുരച്ചിട്ട്, ഇന്ത്യ കിടന്ന് കുരച്ചിട്ട് വല്ല കാര്യമുണ്ടാ? നീക്ക് കുരയ്ക്കുന്നെങ്കിൽ അങ്ങോട്ട് പോയി കുരയ്ക്ക്. ഇന്ത്യയെ കൊണ്ടുവന്ന് ഒറ്റ കൊടുത്ത് പണയം വെച്ച് പൈസയും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അവനെല്ലാം. തെണ്ടിത്തരമല്ലേ കാണിക്കുന്നത് ഇത്? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിന് ഒരു വിലയും നിലയും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മറന്നു കുളിക്കല്ലേ? അത് മാത്രമാണോ? ഇപ്പോ ഇറാനെ ക്ഷണിച്ചു വരുത്തി നേവൽ അഭ്യാസ പ്രകടനങ്ങൾക്ക് വേണ്ടി, സംയുക്ത പ്രകടനങ്ങൾക്ക് വേണ്ടി ഈ നേവിയുടെ അതിനെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊലയ്ക്ക് കൊടുത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അവരെ കൊലയ്ക്ക് കൊടുത്തു. 96 100 മുകളിൽ പട്ടാളക്കാരും നേവി പിന്നെ കാരും പിന്നെ ആ ഷിപ്പിനെ അവർ അടപടലം മുക്കി വെള്ളത്തില്. എന്നിട്ടും അയാളൊന്നും മിണ്ടില്ല. എന്നിട്ടും ഈ പിന്നെ നരേന്ദ്രമോദി ഒന്നും മിണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യമാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ? അപ്പൊ ഇറാനാണ് ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്ന, ഇന്ത്യയിൽ പിന്നെ നേവൽ അഭ്യാസത്തിന് വന്ന, സംയുക്തമായ നേവൽ അഭ്യാസത്തിന് വന്ന ഒരു പിന്നെ വാർഷിപ്പിന് പിന്നെ സമുദ്രത്തിൽ മുക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സമുദ്രത്തിൽ വെച്ച് ആക്രമിച്ചിരുന്നുവെങ്കിൽ, വേറൊരു രാജ്യമാണ് ആക്രമിച്ചിരുന്നത്, എന്തെല്ലാം കാട്ടിക്കൂട്ടുമായിരുന്നു. എന്താ അമേരിക്കയ്ക്കെതിരെ ഒന്നും മിണ്ടാത്തത്? അപ്പൊ നമ്മൾ ക്ഷണിച്ചു വരുത്തി നമ്മുടെ ഗസ്റ്റ് ആയിരുന്ന നമ്മുടെ ഗസ്റ്റിനെ വരെ അമേരിക്ക വെള്ളത്തിൽ മുക്കി താഴ്ത്തി ആ പട്ടാളക്കാരെ കൊന്നു. എന്നിട്ട് പോലും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതാണ് പറയുന്ന ആണും പെണ്ണും കെട്ടവന്മാര് രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അന്തസ് വേണം, അഭിമാനം വേണം. RSSും GRSSും ഒന്നും ഒരു അഭിമാനവും ഇല്ല, അന്തസ്സുമില്ല. അവന്മാർ ആണുങ്ങളുമില്ല, ആണുങ്ങളുമല്ല അവന്മാർ ആണും പെണ്ണും കെട്ടവന്മാരാണെന്ന് ഞാൻ പറയും. എന്നെ പോലെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളെല്ലാം പറയും. അതായത് ഇന്ത്യ എന്ന് പേര് കേട്ടാൽ അഭിമാനിക്കുന്നവരായിരുന്നു ഞങ്ങളിപ്പോൾ അപമാനിക്കപ്പെട്ടു ആയിരിക്കുകയാണ് വിദേശികളുടെ ഇടയിൽ. അപ്പൊ ഇതിനെന്താണ് ഒരു സമാധാനം? ഇന്ത്യയിലെ ജനങ്ങളൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അതേ നിങ്ങളൊക്കെ ഇന്ന് കണ്ണടച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇതിനെതിരെ എന്തുകൊണ്ട് ജനങ്ങളെങ്കിലും പ്രതിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട്? ഇപ്പൊ കോൺഗ്രസ്സുകാർ അവിടെ ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ത്യയെ ഒന്നുമല്ലെങ്കിലും സ്തംഭിപ്പിച്ചൂടെ? ഒരു ഭാരത ബന്ധെങ്കിലും നടത്തിക്കൂടെ? ഇയാളെ ഈ പൊട്ടത്തരത്തിന് ഇന്ത്യയെ കൊണ്ടുവന്ന് പണയം വെച്ചതിന് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? നമ്മളാ ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അമേരിക്കയായ ഒരു അവസ്ഥ വന്ന് പണ്ട് ഇംഗ്ലീഷുകാർ ഭരിച്ചപ്പോൾ പോലും അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ എന്താണ് അങ്ങനെ വന്നത്?
ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. ജനങ്ങൾക്കൊന്നും, അതായത് എന്താണ്, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ഇന്ത്യക്കാർ മാറിയിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ ഒക്കില്ല. ഈ കേരളത്തിലൊക്കെ ഒരുപാട് സാഹിത്യകാരന്മാരും പിന്നെ ധിഷണാശാലികളും മറ്റതും മറിച്ചതും രാഷ്ട്രീയക്കാരും വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇവിടെയുള്ള ചാനലുകളെല്ലാം ഈ മൂത്രം കുടിച്ചും ചാണം കുടിച്ചും മോഡിയെ പൊക്കിപ്പറഞ്ഞ് സ്തുതിപാഠകരായി അങ്ങനെ മാറിയിരിക്കുകയല്ലേ. അവന്മാർക്കൊന്നും മിണ്ടാട്ടമില്ലല്ലോ ഇപ്പോ. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ 30 ദിവസത്തെ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്, അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചോളാം എണ്ണ. ഇന്ത്യക്ക് ഇളവ് അവന്മാർ അനുവദിച്ചിരിക്കുകയാണ്. ട്രംപ് അവനൊരു പൊട്ടനാണ്. ഈ ട്രംപ് എന്ന് പറയുന്ന ലോകം കണ്ട, അതായത് അമേരിക്ക കണ്ട ഏറ്റവും വിഡ്ഢിയായ ഒരു പ്രസിഡന്റാണ് അയാള്. യാതൊരു ബോധവും വിവരമില്ലാത്തവനാണ്. കാര്യം 10, 80, 84 ആയെന്ന് തോന്നുന്നു. ബുദ്ധിസ്ഥിരത ഇല്ലാത്തവനാണ്. അല്ലെങ്കിൽ ഒരു രാജ്യം ഇറങ്ങി ആവശ്യമില്ലാതെ യുദ്ധത്തിന് പുറപ്പെടും. എത്ര കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസം നഷ്ടപ്പെടുന്നത്. ഇസ്രയേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തിന് വേണ്ടി ആരെങ്കിലും യുദ്ധത്തിന് ഇറങ്ങും? ഇറാനും അമേരിക്കയായിട്ട് എന്ത് പ്രശ്നം? അല്ലെങ്കിൽ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാമെന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഇറാൻ ആരെ ആക്രമിക്കാൻ പോയില്ലല്ലോ. ഇറാനെ അങ്ങോട്ട് ആക്രമിച്ചതല്ലേ. എന്നിട്ട് ഇപ്പൊ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടല്ലോ. ഇസ്രയേലിൽ ഇന്ത്യയിൽ എന്തെല്ലാം, എത്രയോ ആൾക്കാർ മരിച്ച്, എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായി. പത്രങ്ങളിലൊന്നും നല്ലതിൽ വരില്ല. കാരണം അതവിടെ പിന്നെ നിരോധിച്ചിരിക്കുകയാണ്. ഒരു ചാനലുകൾ പോലും അത് അവിടെ ഉള്ള ഒരു കാര്യങ്ങളും സംരക്ഷണം ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ആരും പാടില്ല എന്നാണ് നെതന്യാഹു പിന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊന്നും അറിയാൻ വയ്യ. പണ്ടൊക്കെ ഈ അൽ ജസീറ ചാനൽ പിടിച്ചാൽ എല്ലാം കിട്ടും. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും പല സ്ഥലത്തു നിന്നുമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കുറേ മലയാളി തെണ്ടികൾ അവിടെ ഉണ്ട്. കുറേ അവർ പിന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ സുഖമാണ്, മറ്റാണ് മറിച്ചാണ്. അവിടെ നിങ്ങൾക്കറിയാം, അവിടെ ഈ ബങ്കറുകളിൽ താമസിക്കണമെങ്കിൽ തന്നെ യഹൂദന്മാർ അല്ലാത്തവർക്ക് പ്രത്യേകമായ ബങ്കറുകളാണ്. അവിടെ കിടന്ന് ചാവട്ടെ എന്നാണ് വിദേശികൾ. അവർക്ക് പ്രത്യേകമായ ബങ്കറുകളാണ് യഹൂദന്മാർക്ക്. അപ്പോൾ അത് അങ്ങനെയുള്ള വിവേചനം വരെ കാണിക്കുന്ന ആ നാട്ടിൽ ചെന്ന് നടന്ന് ജോലി ചെയ്യാൻ നാണവും മാനവും ഇല്ലാതെ മോഡി പറഞ്ഞു വിട്ടല്ലേ. പോയി ചത്തോളി, എവിടെ പോയി ചത്തോളി, ഇന്ത്യക്കാരല്ലേ, കുഴപ്പമില്ല. ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു അമേരിക്കക്കാരനെ അതേപോലെ തിരിച്ചു വിടാനുള്ള തൻ്റെ ഇടം, ആണത്വം മോഡിക്കുണ്ടായ? ഏതെങ്കിലും ഒരു അമേരിക്കക്കാരനെ കയ്യും കാലും ബന്ധിച്ച് നിർബന്ധമായിട്ട് പിടിച്ചെടുത്ത് എന്തെങ്കിലും ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. എടുത്ത് അതിന് മറുപടി കൊടുത്താ ഇല്ല. കാര്യം അന്തസ്സില്ലാത്തവന്മാരും ആണുങ്ങളല്ലാത്തവന്മാരും ഇന്ത്യ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ RSSകാർ എന്ന് പറയുന്ന ഒരു കഴിവും ഇല്ലാത്തവന്മാരാണ്, കഴിവ് കെട്ടവന്മാരാണ്, ഇന്ത്യയുടെ യശസ് കളഞ്ഞു കുളിക്കുന്നവരാണ്, ഇന്ത്യയെ അപമാനിക്കുന്നവരാണ്, രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണെന്ന് ഞാൻ പറയും, ഉറക്കെ പറയും, എൻ്റെ മരണം വരെയും പറയും. യാതൊരു സംശയമില്ല. കാരണം അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് പ്ലെയിനിൽ നിർബന്ധമായിട്ട് കയ്യും കാലും ബന്ധിച്ച് പ്ലെയിനിൽ കയറുമ്പോൾ പോലും പിന്നെ അത് അഴിച്ചുവിട്ടില്ല. ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷമാണ്. നമ്മളത് മനസ്സിലാക്കണം. അതിന് തിരിച്ചൊരു മറുപടി പറയാനാ, മറുപടി ഒരു പ്രവൃത്തി കാണിക്കാനാ കഴിവില്ലാത്ത ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ഭരിക്കുന്നെന്ന് പറഞ്ഞാൽ ലജ്ജിക്കണം. നമ്മൾ ലജ്ജിക്കണം. ഇന്ത്യക്കാരെന്ന് പറയുന്നത് എനിക്ക് ലജ്ജയുണ്ട്. ഞാൻ അപമാനിതനാണ്. എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ഈ മോഡിയും കൂട്ടരും അവമാനിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ ജനങ്ങൾ എടുക്കണമെന്നും ഇന്ത്യയിൽ നിർബന്ധമായിട്ട് ഒരു ബന്ദ് നടത്തണം ഈ മോഡിയുടെ ഈ ഭരണത്തിനെതിരെ. അതായത് പാർലമെന്റ് വളഞ്ഞ് ഇയാളെ നിർബന്ധമായിട്ട് ഭരണത്തിൽ നിന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും രീതിയിൽ ഇംപീച്ച് ചെയ്യാൻ അവിടെയേ ഉള്ളൂ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് ഇവിടെ അവിശ്വാസം കൊണ്ടുവരും. പക്ഷെ അവിശ്വാസം കൊണ്ടുവന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. പക്ഷെ ഒരു എന്തിനെങ്കിലും വേണ്ടി ഒരു അവിശ്വാസം കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിലെങ്കിലും അത് അവതരിപ്പിക്കണ്ടേ? അത് നിർബന്ധമായിട്ടും ചെയ്യണം. അത് ചെയ്ത് ഇങ്ങനെയുള്ള പ്രൈം മിനിസ്റ്റർ ഒന്നും ഇന്ത്യക്ക് യാതൊരു കാരണവശാലും ഇന്ത്യ ഭരിക്കാൻ അർഹനല്ല. യവനെയൊക്കെ എന്ന് പറയുന്നത് അയാൾ പ്ലാറ്റ്ഫോമിൽ ചായ വിറ്റ് നടക്കുന്നവനാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ തന്നെ സ്വയം പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ച എങ്ങനെയിരിക്കും? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും മൊറാർജി ദേശായിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഒക്കെ ഇരുന്ന കസേരയിലാണ് ഇയാൾ കയറിയിരിക്കുന്നത്. കുരങ്ങന് പിന്നെ പൂമാല കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, ഞാൻ ഇന്ത്യക്കാരായ മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരോടും ഞാൻ വീണ് അപേക്ഷിക്കുകയാണ്. അതായത് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി താല്പര്യപ്പെട്ട് പറയണം, നമുക്ക് ഈ ഭരണം നല്ലതല്ല.
ഈ സംഘപരിവാറുകാർക്ക് ഭരിക്കാൻ അറിഞ്ഞൂടാ. അവർ പോയി കാക്കി നിക്കറും ഇട്ട് വടിയും ചുഴറ്റി അവർ നടക്കട്ടെ. അവർ വേണമെങ്കിൽ നമുക്ക് പിന്നെ പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിർത്താം. കാര്യം പാകിസ്ഥാനുമായിട്ടാണല്ലോ അവർക്ക് പ്രശ്നം. അവരവിടെ പോയി പിന്നെ പാകിസ്ഥാനികളെ കൊല്ലട്ട്, അതാണ് നല്ലത്. അപ്പോൾ ചൈനീസ് പിന്നെ ബോർഡറിൽ വേണമെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെ നിർത്താം. കാര്യം ഇവർ അവിടെ ചൈനീസ് ബോർഡറിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഇവർ തിരിച്ചോടിക്കളയും. കാര്യം അപ്പോൾ ഭയങ്കര ദേശസ്നേഹികളാണ് അവർ, തിരിച്ചോടിക്കളയും. അപ്പോൾ പാകിസ്ഥാനുമായിട്ടാകുമ്പോൾ അവർ മുട്ടാൻ വലിയ സന്തോഷമാണ്. എന്തായാലും ശരി, ഈ ഭരണം ഇല്ലാതാക്കണം. ഈ ഭരണം നിർബന്ധമായിട്ടും ഈ ഭരണത്തെ നമ്മൾ തൂത്തെറിയണം. നമ്മൾ ജനാധിപത്യ മതേതത്വം ഈ ഇന്ത്യയിൽ നിലനിർത്തണമെങ്കിൽ, നമ്മുടെ അന്തസ്സും അഭിമാനം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ ആണും പെണ്ണും കെട്ട ഈ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കി പുറത്തല്ല, ഇയാളെ ജയിലിലടയ്ക്കണം. ഇയാളെ ജയിലിലാണ്. കാരണം ഇന്ത്യയെ ഒറ്റുകൊടുത്തിരിക്കുകയാണ്, ട്രംപിന് ഒറ്റുകൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെ അഗ്രിമെന്റ് അവിടെ ചെയ്തിട്ട് വന്നത് നമുക്കറിഞ്ഞൂടാ. ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ഇസ്രയേലുമായിട്ട് ഒപ്പിട്ട് വന്നിട്ടെന്ന് നമുക്കറിഞ്ഞൂടാ. എല്ലാം അവർ സ്വകാര്യമായി ചെയ്തിരിക്കുകയാണ്. സ്വകാര്യ സ്വത്ത് നരേന്ദ്രമോദിക്ക് എന്ത് പിന്നെ സ്ത്രീധനം കിട്ടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം? അല്ലല്ലോ. അപ്പൊ എന്തായാലും ശരി, ഇതിനെതിരെ നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതികരിക്കണമെന്നും ഇന്ത്യ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നടപടികളോട് വിയോജിപ്പ് മാത്രമല്ല, ഇതിനെതിരെ ശക്തമായ സമര രംഗത്തിറങ്ങണമെന്നും പാർലമെന്റ് സംഭിപ്പിക്കണമെന്നുമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.